ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ചെമ്മീൻ കറിയാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കണ അതേ ഇതിൽ, അതായത് അധികം നമ്മൾ ഉള്ളിയൊന്നും വാട്ടാതെ ടൈപ്പുള്ളൊരു കറി ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് തക്കാളി ഉണ്ട്, പിന്നെ ഒരു 2 വലിയ പച്ചമുളക്. കൂടുതൽ എരിവുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ 2 പച്ചമുളക് കൂടുതലൊക്കെ ഇടാം. പക്ഷേ ഒരു 2 മീഡിയം സൈസ് 2 വലിയ പച്ചമുളക്, പിന്നെ പുളി അതിനാവശ്യത്തിന് എടുക്കുക. ചെമ്മീൻ ഇതാണ്. ഇത് ചെറുള്ളി വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. അത് വറവിടാനുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകവും ചെറിയുള്ളിയും വേപ്പിൻ്റെ ഒരുമിച്ചിട്ടാണ് തേങ്ങ വറുക്കുന്നത്. അത് വറുക്കുന്നത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം. അപ്പം നമ്മൾ കറി തുടങ്ങുകയാണ്. ആദ്യം വേണ്ടത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി പച്ചമുളകും ജസ്റ്റ് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇടുക. നമ്മളിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് ഇതായിട്ട് പിന്നെ കുറച്ച് ഉപ്പിടുക. പിന്നെ ആവശ്യത്തിന് പിന്നെ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, നമ്മുടെ പാത്രത്തിലെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, കൂടുതലാക്കാതെ കുറച്ച് വെള്ളം എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തതൊന്ന് ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം അങ്ങനെ അത് വേകാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തേങ്ങയും ചെറുള്ളിയും ഇഞ്ചിയും വേപ്പിൻ്റെ ഈ പറഞ്ഞ പെരിഞ്ചീരകമായിട്ടുള്ള ഈ ഒരു ഇത് നിങ്ങൾ ഇതിൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലായി എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചെറുള്ളിയൊക്കെ കൂടി ആയിട്ടുള്ളത് നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കും. മറ്റേത് ഇതാണ്ട് അടിയിൽ പിടിക്കണ്ട. ഇനി ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഇളക്കി ഒന്ന് മൂക്കണ വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. കൂടുതൽ ഫ്ലെയിം കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ അത് തേങ്ങ കരിയും. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് വറവ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. മൂക്കണ വരെ നമ്മൾ ഇവിടെ തേങ്ങ മൂക്കുക എന്ന് പറയും. അതുവരെ ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഇതിലേക്ക് കൊണ്ട് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണ വരെ, അതായത് മസാല ഒന്ന് മൂക്കണ വരെ
എന്ത് ചെയ്യുക, കൂടുതൽ മസാല കരിയരുത്, ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് നല്ലൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഓഫ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഈ പാത്രം തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക. മറ്റേത് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് അടി പിടിക്കരുത്. വെള്ളം കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അത് വേവുള്ള ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് നമ്മളെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ വെള്ളം അടി പിടിക്കേണ്ടെന്നുള്ളതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീനൊക്കെ നല്ല വെന്ത് പരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച നമ്മുടെ വറുത്ത തേങ്ങ അരച്ചത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ആ പുളി വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. മറ്റേത് ഒരുപാട് വെള്ളമായി പോവും. ബാക്കി വരുന്ന മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതും കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വേപ്പിൻ്റെ മല്ലിച്ചപ്പും കൂടി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ വറവിടുന്നതാണ്. ചെറുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം കറി തിളച്ചിട്ടുണ്ട്. അതായത് നല്ല തിളക്കരുത്. നമ്മൾ ഇട്ടിട്ട് കുറച്ച് തിള വരുന്ന സമയത്ത് തന്നെ നമ്മളതിലേക്ക് വേപ്പിൻ്റെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയിട്ട് ഇത് അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത് വറവിടാനുള്ള പണിയാണ് നോക്കുന്നത്. സ്റ്റവ് ഒന്ന് കത്തിക്കുക, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി. അതിലേക്ക് നമ്മുടെ ആദ്യം കുറച്ച് ഉലുവ എടുക്കുക. അത് ഇതിലേക്ക് ഇട്ടിട്ട് ആ ഉലുവ ഒന്ന് മൂപ്പിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഉലുവ ഒന്നിങ്ങനെ പൊട്ടും. ആ സമയത്ത് നമ്മുടെ ചെറുള്ളി ഇട്ട് കൊടുക്കുക. ഉലുവൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറുള്ളി മാത്രം ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ചെറുള്ളി നല്ലൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വേപ്പിൻ്റെയും കൂടെ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്കാണ്ട് ഈ വറവ് ഒന്നിട്ട് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ കറി ഈ വറവിൻ്റെ മണം കൂടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഉഷാറ്. വാവ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.